അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഗ്രഹങ്ങൾക്ക് രാശി മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ മാറ്റങ്ങൾ മൂലം എല്ലാ രാശിയിലെ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് ജൂൺ മാസം 1-ാം തീയതി മുതൽ അവർക്ക് അനുകൂലമായ നല്ല മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അതിന് കാരണം ശനിയുടെയും ബുധൻ്റെയും വക്രഗതിയിലുള്ള സഞ്ചാരം തന്നെയാണ്. ഈ 2 ഗ്രഹങ്ങളുടെയും വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം 4 രാശിയിലെ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ തന്നെയായിരിക്കും ഇനി വരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയും മാനസിക വിഷമങ്ങളിലൂടെയും വലഞ്ഞുകൊണ്ടിരുന്ന ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് അതിൽ നിന്നെല്ലാം തന്നെ ഒരു മോചനം ലഭിക്കുവാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കും. കോടിക്കണക്കിന് സ്വത്തുക്കൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ കോടിക്കണക്കിന് വിലയുള്ള ആഡംബര വാഹനങ്ങൾ അല്ലെ അതുപോലുള്ള അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നുമല്ല കിട്ടാൻ പോകുന്നത്. ഇപ്പോഴുള്ള ജീവിത ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മോചനം, മാനസിക സന്തോഷം, ഇതൊക്കെ തന്നെയായിരിക്കും ലഭിക്കുന്നത്. അല്ലാതെ വലിയ കോടീശ്വരനായി തീരുന്ന യോഗമൊന്നുമല്ല ഈ വരുന്നത്. ബുദ്ധിമുട്ടിൽ നിന്നും ഒരുമാതിരി നല്ല രീതിയിലോട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ, മാനസിക ബുദ്ധിമുട്ടൊക്കെ മാറി നന്നായിട്ട് സാമ്പത്തികം, അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള സാമ്പത്തികമൊക്കെ വരുന്ന ഒരു രീതിയിലേക്ക് മാറും. അതുപോലെ തന്നെ ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് സ്ഥിരമായിട്ടൊരു ജോലി അത് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കാനുള്ളൊരു സാമ്പത്തികം വരും. അതൊക്കെ തന്നെ നമുക്ക് വളരെയധികം ആശ്വാസപരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ വീടുകൾ, ഇതൊക്കെ വീട്ടിൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീടുകളിൽ നല്ല സന്തോഷവും മാനസിക കുടുംബത്തിൻ്റെ സന്തോഷമൊക്കെ ലഭിക്കും. സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർക്ക് ഒരു മോചനം ലഭിക്കും. അതുപോലെ നിങ്ങൾ ഈ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറയുന്നത് ഈ 4 രാശിക്കാരെ കുറിച്ച് വെച്ചാൽ അതിൽ കാണുന്ന രാശിക്കാരെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്ഥിരം വരുന്നൊരു മെസ്സേജാണ് ഈ രാശിയിലെ ആൾക്കാരെ പറ്റി പറഞ്ഞില്ല, മറ്റേ രാശിയിലെ ആൾക്കാരെ പറ്റി പറഞ്ഞ, അങ്ങനെ പറയാൻ എല്ലാ രാശിയിലെ ആൾക്കാരെയും പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ കാണുന്ന രാശിയിലെ നക്ഷത്രക്കാർക്കായിരിക്കും ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം മെസ്സേജുകൾ അയയ്ക്കാം. നമുക്കാദ്യം ആ രാശിയിലെ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ശനിയുടെയും ബുധൻ്റെയും വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം ജൂൺ 1 മുതൽ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ലഭിക്കുന്നത് ആദ്യം ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർക്കാണ്. ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന, അത് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന എന്തുവാണോ ആഗ്രഹം, അതെന്തുവാണോ അത് ഈ കാലയളവിൽ അവരെ തേടിയെത്തുന്നതായിരിക്കും, അവർക്കത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ കാലയളവിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വീടോ അല്ലെങ്കിൽ വസ്തുക്കളോ ഒക്കെ വാഹനങ്ങളൊക്കെ ആയിക്കോട്ടെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കാതിരുന്നവർക്ക് ഈ സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ വാങ്ങിക്കാൻ 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ കാണില്ല. പക്ഷേ നിങ്ങൾ പോലും അറിയാതെ ഇതൊക്കെ വാങ്ങാനുള്ള സാമ്പത്തികം കയ്യിൽ വന്നു ചേരും. ഇടവൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബുധൻ്റെ പിന്നോട്ടുള്ള മാറ്റം അവർക്ക് വളരെയേറെ ഭാഗ്യം കൊണ്ടുതരുന്നതായിരിക്കും. നമുക്കെന്തിനും ഭാഗ്യമാണ് വേണ്ടത്. എത്ര സാമ്പത്തികം ഉണ്ട് അല്ലെങ്കിൽ എന്തുണ്ടെന്ന് പറയും, ഭാഗ്യമില്ലെങ്കിൽ നമുക്കൊന്നും അനുഭവിക്കാനുള്ള യോഗമൊന്നും കിട്ടില്ല. കൈപ്പിടിയിൽ വരും, പെട്ടെന്നങ്ങ് പോവും. അതാണ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ജീവിതത്തിൽ ഉടനീളം എല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലാതിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെയും ബുധൻ്റെയും മാറ്റം കൊണ്ട് സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കും. അതുപോലെ ജോലിയിലുണ്ടായിരുന്ന ഉത്സാഹക്കുറവ്, മടി എന്നിവ പാടെ മാറി നിങ്ങൾക്ക് ജോലിയിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതോടുകൂടി തന്നെ ശമ്പള വർധനവുണ്ടാകും, പ്രമോഷൻ ലഭിക്കും, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടും. എന്തുകൊണ്ടും ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്.
ഈ ശനിയുടെയും ബുധൻ്റെയും വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം ജൂൺ 1 മുതൽ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുന്ന അടുത്ത രാശി മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കാണ് ശനിയുടെയും ബുധൻ്റെയും മാറ്റം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. മിഥുനൻ രാശിയിലെ പുണർദം നക്ഷത്രക്കാർ ഇപ്പോൾ ശനിദശയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വ്യാഴം ഇപ്പോൾ അവരുടെ സ്വക്ഷേത്രത്തിലായതുകൊണ്ടും ബുധൻ്റെ ഈ മാറ്റം കൊണ്ടും പുണർദം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും വളരെയധികം മോചനം തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. കാരണം പുണർദംകാരെ എടുത്തു പറയുന്നത് ശനി ആയതുകൊണ്ടും ആണ്. അതുപോലെ അവർ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. 10 രൂപ ഇപ്പോൾ എടുക്കാൻ കാണില്ലായിരിക്കും. നല്ല രീതിയിൽ ജീവിച്ചു വന്ന ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പോകുന്ന അവസ്ഥകൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. വാഹനങ്ങളൊക്കെ വർഷങ്ങളായിട്ട് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ എല്ലാം വിറ്റ് റോഡിൽ കിടന്ന് നടക്കുന്നതും അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവർക്കൊക്കെ ഒരു മോചനമാണ്. കാര്യം അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പോകുന്ന ആൾക്കാർക്കെല്ലാം ഒരു മോചനം ലഭിക്കുന്നതായിരിക്കും. മിഥുനം രാശിയിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്നത്. കർമ്മ മേഖല എന്ന് പറയുന്നത് അവരവർ ചെയ്യുന്ന ഏത് ജോലിയാണോ ആ ജോലിയിലാണ്. കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരും. കാരണം കർമ്മ മേഖല പുഷ്ടിപ്പെട്ടാൽ സാമ്പത്തികം താനേ വന്നു ചേരുമല്ലോ. കർമ്മ മേഖല അത് നന്നായിട്ട് പക്ഷേ നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏത് തൊഴിലാണോ ചെയ്യുന്നത് അതിനകത്ത് പൂർണ്ണമായിട്ടും മനസ്സിരുത്തി നന്നായിട്ട് ജോലി ചെയ്യാമെങ്കിൽ, കഠിനാധ്വാനം ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ചെയ്തിരുന്ന മേഖലയിലെല്ലാം തന്നെ തടസ്സങ്ങളായിരുന്നു ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്നത്. അവർ എന്ത് കാര്യം ചെയ്താലും അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല. ശരിയല്ലേ? നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ജോലിയെപ്പറ്റി പറയുകയാണെങ്കിൽ സ്ഥിരതയാർന്നൊരു ജോലിയിൽ അവർക്ക് നിൽക്കുവാൻ സാധിക്കില്ല. കാര്യം ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് അടുത്ത പുതിയ ജോലി കണ്ടെത്തുകയും അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിലോട്ട് പോവുകയും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു രീതിയിലാണ്. ഒരു ജോലിയിലും നമ്മൾ പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി പോകുന്നതുകൊണ്ട് നമുക്ക് ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തിക നഷ്ടവും എല്ലാം ഉണ്ടാകും. ആ ജോലിക്ക് പ്രൊമോഷൻ ഒന്നും കിട്ടില്ല. ചില കയറി വരുമ്പോൾ തന്നെ മാറുകയല്ലേ. ഇനി അതെല്ലാം മാറും. അതുപോലെ ശനിയുടെയും ബുധൻ്റെയും മാറ്റങ്ങൾ കൊണ്ട് ഇനി അവർക്ക് മുടങ്ങിക്കിടരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ആ ജോലിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ ഗുണമുള്ളൊരു കാലഘട്ടമാണ് ഇനി വരുന്നത്. നിർത്തിവെച്ചിരുന്ന പല പ്രൊജക്റ്റുകളും പ്രോഗ്രാമുകളും എല്ലാം അവർ ഈ കാലയളവിൽ പൂർത്തീകരിക്കും. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ലഭിക്കും. ഇവരെ തള്ളിപ്പറഞ്ഞിരുന്ന വീട്ടുകാരും ബന്ധുമിത്രാദികളും നാട്ടുകാരും ഒക്കെ തന്നെ ഇനി അവരെ അംഗീകരിക്കും. ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് കൂടിച്ചേർന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ചയുടെ സമയം തന്നെയാണ് ഈ കാലയളവിൽ ഉണ്ടാവുക. നിങ്ങൾ വിചാരിക്കാത്ത ആളുകളിൽ നിന്നും ധനം വന്നു ചേരും. കടങ്ങളെല്ലാം തന്നെ തിരിച്ചടയ്ക്കുവാൻ സാധിക്കും. വാഹനയോഗം, ഗൃഹയോഗം എന്നിവയെല്ലാം നിങ്ങളെ തേടിയെത്തും. കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാവും. പൊതുവേ ദൈവകാര്യങ്ങളിൽ താല്പര്യമുള്ളതാണ് ഈ നക്ഷത്രക്കാർ. അതുകൊണ്ട് അവർക്ക് വളരെ ദൈവാധീനവും ഭാഗ്യവുമായിരിക്കും ജൂൺ 1 മുതൽ ലഭിക്കുവാൻ പോകുന്നത്. എന്തുകൊണ്ടും വളരെയധികം ഗുണങ്ങളും ഭാഗ്യങ്ങളും ഒത്തുവരുന്ന സമയമാണ് മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ജൂൺ 1 ശേഷം കൈവരിക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക. ദർശനം തന്നെ നമുക്കെപ്പോഴും വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യഥാവിധി എന്തെങ്കിലും വഴിപാടോ ഒക്കെ നടത്തിയാൽ നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുന്നതായിരിക്കും. ഇനി ശനിയുടെയും ബുധൻ്റെയും വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം ജൂൺ 1 മുതൽ അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്ന അടുത്ത രാശിക്കാർ കർക്കിടകമാണ്. കർക്കിടകൻ രാശിയിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ജീവിതത്തിൽ വളരെ നല്ല ഉയർച്ചയിലേക്ക് പോകുന്നത്. കർക്കിടകൻ രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുമുണ്ട്. എത്ര രൂപ കിട്ടിയാലും ഒന്നിനും തികയാൻ പറ്റാത്തൊരു അവസ്ഥ. ഓരോ ദിവസവും ഒന്നിനു പുറകെ ഓരോന്നായി പ്രശ്നങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കും. ഒരു കാര്യം എങ്ങനെയെങ്കിലും ശരിയായിക്കൊണ്ട് വരുമ്പോൾ അടുത്ത ദിവസം തന്നെ അടുത്ത ഒരു പുതിയ കാര്യം ജീവിതത്തിൽ എത്തിയിരിക്കും. സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടിലാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇവർക്ക് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയേറെ നല്ല കാലം തന്നെയാണ് വന്നു ചേരുന്നത്. ഇതുവരെ മന്ദഗതിയിലായിരുന്ന ബിസിനസ് ഇനി വളരെ നല്ല രീതിയിൽ ഉയർച്ചയിലൂടെയും സ്ഥാപനങ്ങൾ വിപുലീകരിക്കുവാനും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനും ഒക്കെ സാധിക്കും. ആരോഗ്യപരമായിട്ട് വളരെ നല്ല സമയം തന്നെയാണ് ഇവർക്ക് ഇനി വരാൻ പോകുന്നത്. ഇതുവരെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി അസുഖങ്ങളൊക്കെ മൂലം ബുദ്ധിമുട്ടിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനി അതെല്ലാം തന്നെ മാറി പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ നറുക്കെടുപ്പ് ഭാഗ്യം ഇവർക്കുണ്ടാവും. അതായത് ഈ ചിട്ടിയിലൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അവർക്കത് ചിട്ടിയൊക്കെ അടിച്ച് പൈസ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ലോട്ടറി എടുത്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ സമ്മാനം തീർച്ചയായും ലഭിക്കും. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പൈസ എല്ലാം എടുത്ത് ലോട്ടറി വാങ്ങിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒരു ലോട്ടറി എടുത്ത് നോക്കുക. ഒരു സമ്മാനം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. ശനിയുടെയും ബുധൻ്റെയും വക്രതയിലുള്ള സഞ്ചാരം മൂലം കർക്കിടകൻ രാശിയിലെ പുണർദം പൂയം ഇല്ലെന്ന ആളുകാർക്ക് ജൂൺ 1 ശേഷം നല്ല മാറ്റങ്ങൾ തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് ധനുരാശിക്കാർക്കാണ് ഈ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നത്. ധനുരാശിയിലെ മൂലം പൂരാട ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ശനിയുടെയും ബുധൻ്റെയും വക്രതയിലുള്ള സഞ്ചാരം മൂലം സൗഭാഗ്യങ്ങൾ തന്നെ ആയിരിക്കും വന്നു ചേരുന്നത്. ധനുരാശിയിലെ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട പല നല്ല കാര്യങ്ങളും അതുപോലെ പല നല്ല നിമിഷങ്ങളും എല്ലാം തന്നെ തൊട്ടടുത്തെത്തിയപ്പോൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഒന്നിലൊരു വിശ്വാസം തന്നെ ഇല്ലാതായിരിക്കുന്നു. എന്നാൽ ശനിയുടെയും ബുധൻ്റെയും വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം ജൂൺ 1 ശേഷം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ നല്ല മാറ്റങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ കലകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങളുടെ കർമ്മമേഖലയിലുള്ള അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പൂർണ്ണതയോടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർ വർഷങ്ങളായി ആഗ്രഹിച്ച പ്രൊമോഷൻ ഈ സമയത്ത് ലഭിക്കും. അതുപോലെ തന്നെ മേലധികാരികളുടെ പ്രശംസയും സ്നേഹമൊക്കെ ഈ സമയത്ത് അവർക്ക് കിട്ടുന്നതായിരിക്കും. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, വാഹന കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ് ജൂൺ 1 ശേഷം വന്നു ചേരുന്നത്. വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ്. മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ലഭിക്കും. സ്കോളർഷിപ്പോടുകൂടി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുവാൻ സാധിക്കും. നല്ല ഓർമ്മയും നല്ല ബുദ്ധിശക്തിയൊക്കെ അവർക്ക് ഈ സമയത്ത് കൂടുന്നതായിരിക്കും. ശനിയുടെയും ബുധൻ്റെയും വക്രഗതിയിലുള്ള സഞ്ചാരം ഈ രാശിയിലെ മൂലം പുരാട ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു പറയാനുള്ളൊരു കാര്യം, ഇതൊരു പൊതുഫലം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനമാനങ്ങളൊക്കെ ഒന്ന് നോക്കുക. ജ്യോത്സ്യനെ കാണിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എന്ന് നോക്കുക. എന്തെങ്കിലും ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ വഴിപാടുകൾ ഒക്കെ നടത്തി ആ ദോഷങ്ങളൊക്കെ ആയിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ യോഗങ്ങളും ഗുണങ്ങളും ഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും മുടക്കാതിരിക്കുക. രാവിലെ കുളിയ കഴിഞ്ഞ് ദേഹശുദ്ധിയൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഓം ഗംഗണപതിയെ ഒരു 12 പ്രാവശ്യം ജപിക്കുക. അതുപോലെ തന്നെ ഓം നമ ശിവായ, ഓം നമോ വാസുദേവായ, ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും 12 വട്ടം ജപിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കാര്യം നിങ്ങൾ എന്ത് കാര്യത്തിനോ നല്ല കാര്യത്തിനോ ജോലിക്കാര്യത്തിനൊക്കെ ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾ യാത്രാ സമയത്തൊക്കെ ഓം നമ ശിവായ, ഓം നമോ വാസുദേവായ അങ്ങനെ വണ്ടിയിലിരുന്ന് നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് അപ്പം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല നമുക്കൊരു പോസിറ്റീവ് എനർജിയും കിട്ടും. എല്ലാ നക്ഷത്രക്കാർക്കും നല്ലത് മാത്രം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.